ഒരു കാലത്ത് മോഹൻലാൽ ജഗതി കോമ്പിനേഷൻ എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ചില കോമ്പിനേഷനുകളുണ്ട്. മോഹൻലാൽ, ജഗതി, ദിലീപ്, ഹരിശ്രീ അശോകൻ, അങ്ങനെ പോകുന്ന വലിയൊരു നിര തന്നെയുണ്ട്. ഇവരുടെയൊക്കെ കോമ്പിനേഷൻ ഗംഭീര ചിരികളാണ് സിനിമകളിൽ നമുക്ക് സമ്മാനിച്ചത്. അതുപോലൊരു യങ് ജനറേഷനിലെ കോമ്പിനേഷനാണ് നസ്ലനും സംഗീത് പ്രതാപും. ഇനി ആ കോമ്പിനേഷൻ കാണണമെങ്കിൽ നമ്മൾ പ്രേമലു 2 എന്ന ചിത്രം വരേണ്ടതുണ്ട്. എന്നാൽ പ്രേമലു 2നെ കുറിച്ച് ഒരു വിവരങ്ങളുമില്ല. വളരെയേറെ താമസിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ ഈ കോമ്പിനേഷൻ കാണാൻ ഒരുങ്ങിക്കോ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ഇബ്ലിസ്, കള എന്നീ സിനിമകൾക്ക് ശേഷം രോഹിത് VS സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ടിക്കി ടാക്ക. ആസിഫ് അലി നായകനായി എത്തുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത്. ആസിഫ് അലിക്കൊപ്പം യുവ നടൻ നസ്ലനും സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ എഴുത്തുകാരിൽ ഒരാളായ നിയോ കൃഷ്ണയാണ് കഴിഞ്ഞ ദിവസം നസ്ലൻ അഭിനയിക്കുന്ന കാര്യം വ്യക്തമാക്കിയത്. ഇപ്പോഴത്തെ നസ്ലന് പിന്നാലെ സംഗീത് പ്രതാപും സിനിമയിൽ അഭിനയിക്കുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇരുവരും ഷൂട്ടിംഗ് സെറ്റിൽ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഇതോടെ പ്രേമലുവിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ഒരു പ്രത്യേകതയും ചിത്രത്തിന് കൈവരും. പ്രേമലു 2 വൈകുമെന്ന വാർത്ത വന്നതിന് പിന്നാലെ നിരാശരായ ആരാധകർക്ക് സന്തോഷം നൽകുന്നതാണ് ഈ വാർത്ത. ഒരു പക്കാ മാസ് ആക്ഷൻ പടമായിരിക്കും ടിക്കി ടാക്ക എന്ന സൂചനയാണ് നേരത്തെ പുറത്തുവന്ന ടീസർ നൽകിയത്. പ്രേക്ഷകർക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകണമെന്ന ഉദ്ദേശത്തോടെ ഒരുക്കുന്ന സിനിമയാണ് ടിക്കി ടാക്ക എന്നും തന്റെ KGF എന്ന് വിശ്വസിക്കുന്ന ചിത്രമാണ് അതെന്നുമാണ് ടിക്കി ടാക്കയെ കുറിച്ച് ആസിഫ് അലി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. ഹരിശ്രീ അശോകൻ, ലുക്മാൻ അവറാൻ, വാമിക ഗബ്ബി, സഞ്ജന നടരാജ്, സന്തോഷ് പ്രതാപ് എന്നിവരും ചിത്രത്തിലുണ്ട്. അഡ്വഞ്ചേഴ്സ് കമ്പനിയുടെ ബാനറിൽ ജുവീസ് പ്രൊഡക്ഷൻസ് ഒരുക്കുന്ന ചിത്രം സിജു മാത്യുവും നോവിസ് സേവിയറും ചേർന്നാണ് നിർമ്മിക്കുന്നത്. നിയോ കൃഷ്ണ, ഫിറോസ് നജീബ്, യദു പുഷ്പാകരൻ എന്നിവർ ചേർന്നാണ് സിനിമയ്ക്കായി തിരക്കഥ ഒരുക്കുന്നത്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ മറ്റൊരിടത്ത് താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നത്. കാരണം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്കുള്ള വാർത്തകളാണ് വരുന്നത്. താരസംഘടന അമ്മ പുതിയ ഭാരവാഹികളെ കണ്ടെത്താനായി തെരഞ്ഞെടുപ്പ് നടത്തിയേക്കില്ലെന്ന സൂചനയാണ് വരുന്നത്. സംഘടനയുടെ ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ ഇന്ന് നടക്കും. പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ അടക്കം നിലവിലെ ടീം തന്നെ മിക്ക സ്ഥാനങ്ങളിലും തുടരും. തെരഞ്ഞെടുപ്പ് നടന്നാൽ താൻ ഭാരവാഹിത്വം ഏറ്റെടുക്കില്ലെന്നാണ് മോഹൻലാലിന്റെ നിലപാട്. ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കുന്നത് ജനറൽ ബോഡി ചർച്ച ചെയ്യും. അതേസമയം സംഘടനയിൽ ഭാരവാഹിത്വം വഹിക്കാൻ താല്പര്യമില്ലെന്ന് ഉണ്ണിമുകുന്ദൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ട്രഷറർ സ്ഥാനത്ത് ഉണ്ണിമുകുന്ദന് പകരം മറ്റൊരു താരം എത്തും. സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരണമെന്ന് അഡ്വോക് കമ്മിറ്റി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. മെയ് 31 നടന്ന അഡ്വോക് കമ്മിറ്റിയുടെ അവസാന യോഗത്തിലാണ് മറ്റ് അംഗങ്ങൾ തങ്ങളുടെ പൊതു താല്പര്യം മോഹൻലാലിന് മുന്നിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 27 അമ്മയിൽ കൂട്ടരാജി നടന്നത്. പ്രസിഡന്റ് സ്ഥാനത്തുള്ള മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ച് ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ അഭിനേതാക്കളിൽ നിന്നും ഉണ്ടായ വെളിപ്പെടുത്തലിന് പിന്നാലെയായിരുന്നു ഭരണസമിതിയിലെ കൂട്ടരാജി. അതിക്രമ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് എത്തിയതിന് പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു. ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെയാണ് കൂട്ടരാജിയിലേക്ക് എത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടത് അമ്മ മാത്രമല്ലെന്നും സിനിമാരംഗം ആകെയാണെന്നും വിഷയത്തിൽ മോഹൻലാൽ പിന്നീട് പ്രതികരിച്ചിരുന്നു. എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മയെയാണ്. ഏറ്റവും കൂടുതൽ ചോദ്യശരങ്ങൾ വരുന്നത് തനിക്കും അമ്മയ്ക്കും നേരെയാണ്. ഈ സാഹചര്യത്തിൽ അഭിഭാഷകരോട് അടക്കം സംസാരിച്ചാണ് അമ്മയുടെ ചുമതലയിൽ നിന്നും രാജിവെച്ചതെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു.